ഹായ് പ്രിയപ്പെട്ട സൂപ്പർ മോംസ്, സ്ട്രെസ് ഫ്രീ മൈൻഡ് കോഴ്സിന്റെ 6ാം ദിവസത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ റീചാർജ് ചെയ്യാൻ പഠിച്ചു. ഇനി ഈ ഊർജം സംരക്ഷിക്കാൻ പഠിക്കേണ്ടതുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ ആയുധമാണ് ബൗണ്ടറി സെറ്റിംഗ് അഥവാ അതിരുകൾ നിശ്ചയിക്കൽ. നമ്മുടെ ഇന്നത്തെ തീം ഓഫീസ് വാതിൽ, ജോലിക്കും വീടിനുമിടയിൽ അതിരുകൾ എങ്ങനെ വെക്കാം, ഇല്ല എന്ന് മൃദുവായി പറയാനുള്ള വിദ്യകൾ. നമ്മൾ വർക്ക് ചെയ്യുന്ന അമ്മമാർക്ക് 2 പ്രശ്നങ്ങളുണ്ട്. ഓഫീസിലിരിക്കുമ്പോൾ വീട്ടിലെ ചിന്തകൾ, കുട്ടികളെ ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല, പാചകം ചെയ്യണം. വീട്ടിലെത്തിയാൽ ഓഫീസിലെ ചിന്തകൾ, ആ മെയിൽ അയച്ചില്ല, ആ ടാർഗറ്റ് പൂർത്തിയായില്ല. ഈ 2 ലോകവും പരസ്പരം കലരുമ്പോൾ നമുക്ക് ഒരിടത്ത് സമാധാനത്തോടെ ഇരിക്കാൻ കഴിയില്ല. ഇതാണ് ഏറ്റവും വലിയ സ്ട്രെസ് ഉണ്ടാക്കുന്നത്. അതുപോലെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കായി നമ്മുടെ സമയം നഷ്ടപ്പെടുത്തേണ്ടിയും വരും. ഇവിടെ ഒരു ഉപമ ശ്രദ്ധിക്കൂ. നിങ്ങളുടെ ജീവിതത്തിന് 2 പ്രധാനപ്പെട്ട വാതിലുകളുണ്ട്. ഒന്ന് ഓഫീസ് വാതിൽ, ജോലി. മറ്റൊന്ന് വീടിന്റെ ഗേറ്റ്, കുടുംബം. നിങ്ങൾ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ ഓഫീസ് വാതിൽ അടയ്ക്കാൻ മറക്കരുത്. നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ ജോലിയെക്കുറിച്ച് ചിന്തിച്ച് വീടിന്റെ ഗേറ്റിന് പുറത്ത് നിൽക്കരുത്. ഓരോ ലോകത്തിനും അതിൻ്റെതായ സമയം കൊടുക്കണം. ബൗണ്ടറി സെറ്റിംഗ് എന്നാൽ വേണ്ട എന്ന് പറയാനുള്ള നിങ്ങളുടെ അവകാശമാണ്. ഇത് സ്വാർത്ഥതയല്ല, നിങ്ങളുടെ സ്വന്തം ആരോഗ്യം സംരക്ഷിക്കലാണ്. ഇല്ല എന്ന് മൃദുവായി പറയാനുള്ള വിദ്യകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആരെങ്കിലും ജോലി കഴിഞ്ഞിട്ടും നിങ്ങളോട് എക്സ്ട്രാ ടാസ്ക് ആവശ്യപ്പെട്ടാൽ, ഇത് അത്യാവശ്യമാണെങ്കിൽ ഞാൻ രാവിലെ നോക്കാം, ഇപ്പോഴെന്റെ കുടുംബത്തിന് സമയം കൊടുക്കണം എന്ന് പറയാം. അതുപോലെ ഒരു സുഹൃത്ത് നിങ്ങളുടെ മീ ടൈം സമയത്ത് അനാവശ്യമായി ഫോൺ വിളിച്ചാൽ, ഞാൻ ഒരു ചെറിയ ബ്രേക്കിലാണ്, 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ തിരികെ വിളിക്കാം എന്ന് പറയാം. നിങ്ങൾ നിങ്ങളുടെ അതിരുകൾ ബഹുമാനിച്ചാൽ മറ്റുള്ളവരും അത് ബഹുമാനിക്കും. ഇന്നത്തെ പ്രാക്ടീസ് ഇതാണ്: ഡിജിറ്റൽ ഡിറ്റോക്സ്. ഇന്ന് നിങ്ങൾ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ അടുത്ത 15 മിനിറ്റ് നേരത്തേക്ക് നിങ്ങൾ വർക്ക് മെയിൽ, വർക്ക് വാട്സപ്പ് നോക്കില്ല എന്ന് തീരുമാനിക്കുക. ഈ 15 മിനിറ്റ് നിങ്ങളുടെ വീടിന്റെ ഗേറ്റിനകത്ത് പൂർണ്ണമായി ശ്രദ്ധിക്കുക. കുട്ടികളുമായി സംസാരിക്കുക, അല്ലെങ്കിൽ 5 മിനിറ്റ് റീചാർജ് ചെയ്യുക. ഓർക്കുക, നിങ്ങളുടെ മനസ്സൊരു ബട്ടൺ അല്ല സ്വിച്ച് ഓൺ ഓഫ് ചെയ്യാൻ. നിങ്ങളുടെ ഊർജത്തെ സംരക്ഷിക്കാൻ ഈ ബൗണ്ടറി പവർ ഉപയോഗിച്ചു തുടങ്ങുക. നാളെ നമ്മുടെ യാത്രയുടെ അവസാന ദിവസമാണ്. ഫ്യൂച്ചർ ഫോക്കസ്. ഇന്നത്തെ ഡിജിറ്റൽ ഡിറ്റോക്സ് എളുപ്പമായിരുന്നോ? നിങ്ങളുടെ അനുഭവം പങ്കുവെക്കണേ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.